നമ്മുടെ 2024 നീറ്റ് പരീക്ഷയുടെ റിസൾട്ടുമായിട്ട് റിലേറ്റ് ചെയ്ത് ഓരോ ദിവസം ചെല്ലുന്തോറും ഞെട്ടിക്കുന്ന പുതിയ പുതിയ വാർത്തകളാണ്. പരീക്ഷ എഴുതിയ പഠിച്ചൊരുങ്ങി എഴുതിയ കുട്ടികൾക്ക് ഒരു തലത്തിലും ഉൾക്കൊള്ളാൻ പറ്റാത്ത തലങ്ങളിലുള്ള വാർത്തകൾ. പ്രേക്ഷകർ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇങ്ങനെയുള്ള വാർത്തകൾ പിന്നെയും പിന്നെയും ചാനലുകൾ വഴി ഡിസ്കസ് ചെയ്യുമ്പോൾ കുട്ടികളുടെ മനസ്സിന് അത് നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നു. നമ്മളിത് ഇങ്ങനെ പ്രതികരിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, നമ്മൾ ആഗ്രഹിക്കുന്ന തലത്തിലുള്ള ഒരു മറുപടി നീറ്റിൽ നീതി വേണം. അത് എല്ലാ കുട്ടികൾക്കും ഉചിതമായിട്ടുള്ള ഒരു മറുപടി NTA നൽകുന്നില്ല. സുപ്രീം കോടതി അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് ഈ ഒരു കാര്യത്തിൽ എല്ലാ കുട്ടികൾക്കും നീതിപൂർവമായിട്ടുള്ള ഒരു മറുപടി പ്രതീക്ഷിക്കുകയാണ്. ഇന്നേ ദിനം ലഭ്യമാകുന്ന ഏറ്റവും പുതിയ ഇൻഫർമേഷൻ അതായത് നീറ്റ് പരീക്ഷയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ സഹായിക്കുന്ന ഒരു സംഘം ഗുജറാത്തിലെ ഗോദ്രയിൽ 5 പേരടങ്ങുന്ന സംഘം എന്ന പിടിയിലായിരിക്കുന്നു. അതായത് വിദ്യാർത്ഥികൾക്ക് ഉത്തരം അറിയില്ല എങ്കിൽ അവരത് വിടുകയാണ്. എന്നിട്ട് അത് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു അധ്യാപകർ ആ കേന്ദ്രത്തിലെ അധ്യാപകർ വന്നിട്ട് അത് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. അതിലിവർക്ക് നൽകിയിരിക്കുന്നവർക്ക് ലഭിച്ചിരിക്കുന്നത് 12 കോടിയിലധികമായിട്ടുള്ള പ്രതിഫലമാണ്. ഇവർക്ക് 26ഓളം വിദ്യാർത്ഥികളാണ് ഈ ഒരു തട്ടിപ്പിന് ഇരയായിരിക്കുന്നത്. വഡോദരയിലുള്ള റോയി ഓവർസീസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം കേന്ദ്രമാക്കിയാണ് ഈ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ ചില അധ്യാപകർ ഇതിന് ചേരുകയും അവരാണ് ഇതിന് സഹായം നൽകുക. ഇത് എന്തെത്തിച്ചാണുള്ളത്. അപ്പം ഇങ്ങനെയൊക്കെ കൃത്യമായ രീതിയിൽ ഒരു തട്ടിപ്പ് നടന്നിരിക്കുന്നു എന്ന് തെളിഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ തീർച്ചയായും NTA-യും സുപ്രീം കോടതിയും ഒക്കെ ഇനിയും എന്താണ് ഓരോ തീരുമാനങ്ങൾ ഓരോ ദിവസങ്ങളായി വെച്ച് താമസിപ്പിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് ദർശൻ അക്കാദമിക്ക് മുന്നോട്ട് വെക്കാനുള്ള ചോദ്യം. തീർച്ചയായിട്ടും പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങളോടൊപ്പം തന്നെയാണ് ദർശന അക്കാദമി. നമുക്ക് എല്ലാവർക്കും ഉചിതമായിട്ടുള്ള ആ ഒരു നീതി ലഭ്യമാവും എന്ന് തന്നെയാണ് പ്രതീക്ഷ. അതിനുവേണ്ടി നമുക്ക് പ്രതികരിക്കാവുന്ന തലങ്ങളിലെല്ലാം പ്രതികരിക്കണം. തുടർന്നും ഇതുപോലെയുള്ള കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യപ്പെടുന്നതാണ്. നമ്മൾ ആഗ്രഹിക്കുന്ന തലത്തിലുള്ള ഡിസിഷൻസ് ഉടൻ തന്നെ ഉണ്ടാവുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി ദർശൻ അക്കാദമി നിങ്ങളോടൊപ്പം നീറ്റിന്റെ നീതിക്ക് വേണ്ടി. താങ്ക് യു.